ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന +2 എക്കണോമിക്സിന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ആൻസേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ സജഷൻ ഉണ്ടായിരുന്നു. മിസ് ക്വസ്റ്റ്യൻ വെറുതെ പറഞ്ഞു പോയാൽ മതി, അതുപോലെ ലെങ്ത് കൂടുതലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നങ്ങൾ എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ് പാഠഭാഗം, മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ അല്ലേ? അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PPC എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിന്റെ ഗ്രാഫ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ യൂസസ് ഒക്കെ നോക്കി വെക്കാം കേട്ടോ. അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ എക്കണോമിക് സിസ്റ്റം, അതായത് സാമ്പത്തിക വ്യവസ്ഥകൾ. സോഷ്യലിസ്റ്റ് എക്കണോമി ഉണ്ട്, നമുക്ക് മിക്സഡ് എക്കണോമി, അതുപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഒക്കെ അതിൽ വരുന്നതാണ്. അതൊക്കെ നോക്കി വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാം. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള പാഠഭാഗമാണ്. എന്താണ് ബഡ്ജറ്റ് ലൈന് എന്നുള്ളത് നോക്കുക, അതിന്റെ ഇക്വേഷനും നോക്കി വെക്കാം കേട്ടോ, ഗ്രാഫും നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻഡിഫറൻസ് കർവും, അതായത് നിസ്സംഗത വക്രം എന്താണെന്ന് വിശദീകരിക്കാൻ അതിന്റെ കർവും അതിന്റെ പ്രോപ്പർട്ടീസും, അതായത് അതിന്റെ ഫീച്ചേഴ്സ്, ഉപയോഗം എന്താണെന്നും നോക്കി വെക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ്, അതായത് ചോദനത്തിന്റെ വില ഇലാസ്തികത എന്താണ് എന്നുള്ളതും ഒരു ചരക്കിന്റെ ഡിമാൻഡിന്റെ വില ഇലാസ്തികത നിർണ്ണയിക്കുന്ന ഘടകങ്ങളും വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയിട്ട് നോക്കി വെക്കാം. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്, അതായത് പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും തമ്മിൽ താരതമ്യം ചെയ്യാനാണ്. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് ചാപ്റ്റർ. തേർഡ് ചാപ്റ്റർ നോക്കാം, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള പാഠഭാഗമാണ്. എക്സ്പ്ലെയിൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ, അതായത് ഹ്രസ്വകാലത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും ഉൽപാദന പ്രവർത്തനം വിശദീകരിക്കാനാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നല്ല മാർക്കിന് ചോദിക്കുന്നതാണ്. എല്ലാവരും നോക്കി വെക്കാം കേട്ടോ. TFC കാണാൻ, TBC കാണാൻ, TC കാണാൻ, അതൊക്കെ. TC എന്ന് പറഞ്ഞാൽ TFC + TBC ആണ്, അതുപോലെ AFC എന്ന് പറഞ്ഞാൽ TFC/Q ആണ്, അതുപോലെ AVC എന്ന് പറഞ്ഞാൽ TVC/Q ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. കോബ് ഡഗ്ലസ് ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത്, അതിലൊരു 3 കാര്യം പറയുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് ദ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ളത് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോൺസ്, അതായത് ഐസോകോൺസിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് കോൺവെക്സ് ടു ഒറിജിൻ ആണ്. അതുപോലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് ചെരിഞ്ഞു വരുന്നതാണ് സ്ലോപ്പ്, ഡൗൺവേർഡ് ആണ്. അതുപോലെ തന്നെ എന്താണ്, 2 ഐസോകോൺ തമ്മിൽ എന്താണ് കൂട്ടിമുട്ടില്ല എന്നുള്ളത്. അതുപോലെ ഹൈ ആയിട്ടുള്ള ഐസോകോൺസ് എന്താണ്, ഹയർ ഔട്ട്പുട്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നമുക്ക് ചാപ്റ്റർ 4 നോക്കാം. തിയറി ഓഫ് ദ ഫിർം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതായത് പൂർണ്ണകിട മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 9-10 ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അത് എഴുതുക കേട്ടോ. അടുത്തത് നോക്കാം, അതൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എക്സ്പ്ലെയിൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫിർം അണ്ടർ ലോങ് റൺ ആൻഡ് ഷോർട്ട് റൺ വിത്ത് ഡയഗ്രാം, അതായത് ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാല പ്രവർത്തനത്തിലും ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയാക്കുന്നത് ഡയഗ്രാം സഹിതം വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഷട്ട് ഡൗൺ പോയിന്റ്, അടച്ചുപൂട്ടൽ അവസ്ഥ എന്നുള്ളത്, അത് ഡയഗ്രാം കൂടെ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം, എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനൻസ് ഓഫ് എ ഫിർം സപ്ലൈ കർവ്, ഒരു സ്ഥാപനത്തിന്റെ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എക്സ്പ്ലെയിൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആൻഡ് റൈറ്റ് ദ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, അതായത് വിതരണത്തിന്റെ വില ഇലാസ്തികത വിശദീകരിക്കുകയും വിതരണത്തിന്റെ വില ഇലാസ്തികതയുടെ ഡിഗ്രികൾ എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 5 എണ്ണാണ്, 5 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് എഴുതാട്ടോ, ഡയഗ്രാം ഉപയോഗിച്ച് എഴുതണം. എല്ലാത്തിനും നിങ്ങൾ ഡയഗ്രാം ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ഡയഗ്രാം വരച്ച് തന്നെ എഴുതുക, എന്നാലാണ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചാപ്റ്റർ 5 നോക്കാം, മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ എന്നുള്ളത്, അധിക ചോദനവും അധിക പ്രാധാന്യവും വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ അല്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വിച്ച് ഡിറ്റർമൈൻസ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഇൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതായത് ചോദനത്തിലും പ്രാധാന്യത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഗ്രാഫ് ഉപയോഗിച്ച് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഗ്രാഫും കൃത്യമായിട്ട് വരയ്ക്കാട്ടോ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അതായത് എന്താണ് സന്തുലിത വിലയും എന്താണ് സന്തുലിത അളവും, അതിന്റെ ഇക്വേഷനും പഠിച്ചു വെക്കാട്ടോ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പയർ പ്രൈസ് സീലിംഗ് ആൻഡ് ഫ്ലോർ പ്രൈസ്. വില പരിധിയും തറ വിലയും താരതമ്യം ചെയ്യാൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയാണ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ നിന്ന് വേണ്ടത്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വിശദമാക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് സെക്ടർ ഓഫ് എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ 4 പ്രധാന മേഖലകൾ ഏതെല്ലാം എന്നുള്ളത് ക്ലിയർ ആയിട്ട് നോക്കി വെക്കട്ടെ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആരും വിടാതെ തന്നെ പഠിക്കട്ടോ. അപ്പൊ അവിടെ വരുന്നതാണ് ഫിർം സെക്ടർ, ഹൗസ് ഹോൾഡ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, എക്സ്റ്റേണൽ സെക്ടർ, അതൊക്കെ അവിടെ എഴുതാനുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. അതായത് 1929 വൻ സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയൊരു ലഘു വിവരണം തയ്യാറാക്കാനാണ് അല്ലെങ്കിൽ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ ഉത്ഭവം പറയുന്നുണ്ട് അവിടെ. ഓക്കെ അല്ലേ. അപ്പോൾ ചാപ്റ്റർ 2 നോക്കാം. നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കണോമി വിത്ത് ഡയഗ്രാം. അതായത് ഒരു ലളിത സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം ഡയഗ്രാം ഉപയോഗിച്ച് വ്യക്തമാക്കാൻ. കറക്റ്റ് ആയിട്ട് പഠിക്കുക. അത് കുറേ മക്കൾ അത് എഴുതി വരുമ്പോഴത്തേനും എല്ലാതും അതായത് അടയാളപ്പെടുത്തുന്നതൊക്കെ തെറ്റിപ്പോവാറുണ്ട്. അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ 3 മെത്തേഡ് ഫോർ അസസിംഗ് നാഷണൽ ഇൻകം. അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു നമുക്കറിയാം. ദേശീയ വരുമാനം കണക്കാക്കാൻ പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് എന്നുള്ളതൊക്കെ. ഓക്കെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് നോക്കാം. അതായത് GDP സങ്കോചം എന്നുള്ളത് അതിന്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. എന്താണെന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. അടുത്തത് CPI ആൻഡ് WPI. അതെന്താണ് പറയുന്നത്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും. ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇവ തമ്മിലുള്ള കമ്പാരിസൺ. ക്ലിയർ ആണല്ലോ. ഓക്കെ. നമുക്ക് തേർഡ് ചാപ്റ്റർ നോക്കാം. മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള പാഠഭാഗമാണ്. വാട്ട് ഈസ് മണി ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് മണി. എളുപ്പമാണ്. എന്താണ് പണം എന്നുള്ളതും പണത്തിന്റെ ധർമ്മം എന്താണെന്നും വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ കോണ്ടിജന്റ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിമാൻഡ് ഫോർ മണി. അതായത് പണത്തിന്റെ ചോദനം വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ബാങ്ക്. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. അപ്പൊ കുറേ ധർമ്മം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം എഴുതി വെക്കുക കേട്ടോ. ഇവിടെ അടുത്ത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. വാണിജ്യ ബാങ്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. അതും ഒരു 5-6 പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സ്റ്റെറിലൈസേഷൻ. എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ. നമുക്കപ്പോൾ ഫോർത്ത് ചാപ്റ്റർ നോക്കാം. ഇൻകം ഡിറ്റർമിനേഷൻ എന്നുള്ള പാഠഭാഗമാണ്. വാട്ട് ഈസ് എക്സ് ആൻഡ് ആൻഡ് എക്സ് പോസ്റ്റ്. അതായത് എന്താണ് ആസൂത്രിതവും യഥാർത്ഥവും തമ്മിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഔട്ട്പുട്ട് ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ ഇക്കണോമി യൂസിംഗ് ഡയഗ്രാം. അതായത് സന്തുലിതാവസ്ഥയുടെ ദേശീയ ഉൽപാദനവും 2 മേഖലകളിലെ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിലുള്ള ചോദനവും ഡയഗ്രാം ഉപയോഗിച്ചിട്ട് വിശദീകരിക്കാനാണ് പറയുന്നത് കേട്ടോ. ഒന്ന് നോക്കി വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്. അത് അത്യാവശ്യം മാർക്കിന് ചോദിക്കുന്നതാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്സ് ഓഫ് MPC ആൻഡ് MPS. MPCയും MPSഉം ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. അതായത് സമ്പാദ്യത്തിന്റെ വിരോധാഭാസം എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ആ ടേം ആ ചാപ്റ്ററിൽ ലാസ്റ്റ് പറയുന്നതാണ്. അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഹാഫ് ഇയർലി എക്സാമിന് +2 എക്കണോമിക്സിൽ നിന്ന് ചോദിക്കാവുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ഒരു ഇത് പഠിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യും. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും കഴിയുന്നതാണ്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തെറ്റരുത്. എക്കണോമിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹ്യൂമാനിറ്റീസിലെ പിള്ളേർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ലാസ്റ്റ് എക്സാം ആണ്, അടിപൊളിയാക്കുക കേട്ടോ. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്.